അമൃതാനന്ദമയിയെയും ഒപ്പം കൂട്ടാൻ CPM. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ ഹിന്ദു വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കവുമായി സർക്കാർ രംഗത്തുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ രജതജൂബിലി ആഘോഷവേളയിൽ സംസ്ഥാന സർക്കാർ അമൃതാനന്ദമയി ആദരിച്ചു. ഇന്ന് അല്പം മുമ്പ് അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അമൃതാനന്ദമയെ ആദരിച്ചു. SNDPയെയും NSSനെയും ഒപ്പം നിർത്തിയതിന് പിന്നാലെയാണ് അമൃതാനന്ദമയെയും കൂടെ നിർത്താനുള്ള ശ്രമം നടത്തിയത്. കിരൺ, ആദരം അത് NSS, SNDP, ഇപ്പോൾ അമൃതാനന്ദമയി, എന്താണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്? വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കം തന്നെയാണ് സർക്കാരിൻ്റേത് എന്ന് കാണേണ്ടി വരും. നേരത്തെ തന്നെ SNDPയും സർക്കാരുമായി ആ തരത്തിലേക്കുള്ള ഒരു ബന്ധമുണ്ട്. പ്രത്യേകിച്ച് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി അദ്ദേഹത്തിൻ്റെ മകൻ അടക്കം മറ്റൊരു പാർട്ടിയിലും BJPക്കൊപ്പമുള്ള മുന്നണിയിൽ നിൽക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശനുമായി അങ്ങനെ അടുപ്പമുണ്ടായിരുന്നു. നവോത്ഥാന സമിതി രൂപീകരിച്ച കാലം മുതൽ KPMSമായും KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറുമായും അത്തരമൊരു അടുപ്പമുണ്ടായിരുന്നു. അതിന് പുറമെയാണ് ആ കാലത്തൊക്കെ മറുപക്ഷത്ത് നിന്നിരുന്ന പ്രധാനമായും UDFന് ഒപ്പവും അല്ലെങ്കിൽ UDFനൊപ്പം ആയ നിലപാട് സ്വീകരിച്ചിരുന്ന ഇടതുപക്ഷത്തെ ശക്തമായി തന്നെ തുറന്നു തീർത്തിരുന്ന NSSനെ കൂടി ഇടതുപക്ഷത്തേക്കും അല്ലെങ്കിൽ CPMനൊപ്പവും എത്തിക്കാൻ കൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇടതുപക്ഷത്തിന് സർക്കാരിന് കഴിഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമൃതാനന്ദമയിക്ക് ആദരവ് അർപ്പിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ തന്നെ KN ബാലഗോപാലും സജി ചെറിയാനും അമൃതപുരിയിൽ എത്തിയത്. ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി പ്രസംഗിച്ചതിൻ്റെ 20ാം വാർഷികത്തിൽ അമൃതാനന്ദമയി ആദരിക്കുന്ന ചടങ്ങിന് വേണ്ടിയാണ് രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാരെ തന്നെ സർക്കാർ അയച്ചിരിക്കുന്നത്. അമൃതാനന്ദമയി മഠവുമായി സർക്കാരിനും CPMനും അടുപ്പമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരസ്യമായ പ്രഖ്യാപനം കൂടിയായിരുന്നു. ഒരു ഭാഗത്ത് ഹിന്ദു സമുദായത്തിലെ പ്രധാനപ്പെട്ട സമുദായങ്ങളുടെ പിന്തുണ, മറുഭാഗത്ത് ഹിന്ദു സമുദായത്തിൽ വലിയൊരു വിഭാഗത്തിൻ്റെ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുള്ള ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമൃതാനന്ദമയിയെ പോലെ സ്വാധീനമുള്ളൊരു വ്യക്തിയുമായും CPM അടുക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ അടുക്കുന്നു. അത്തരം ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഇത്തരം ഒരു ആദര ചടങ്ങിൽ രണ്ട് മന്ത്രിമാരെ തന്നെ അയച്ചത്. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു. ഷാഫിയെ വിടാതെ CPM. ഷാഫി പറമ്പലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അനാവശ്യമായി കോലിട്ട് കുത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് പ്രതികരണം. ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്നും ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയുന്നവരല്ല CPM എന്നും സുരേഷ് ബാബു പറഞ്ഞു. എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യവും പറയാനില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് അകത്ത് ഷാഫിനെ വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും. കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും. ഞങ്ങളുടെ ഈ പാർട്ടി പ്രവർത്തനത്തിൽ ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണല്ലോ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി, അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ്. ഞങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉപദേശം. ശരി, EN സുരേഷ് ബാബുവിൻ്റെ പ്രതികരണം. അതേസമയം പാലക്കാട്ട് കോൺഗ്രസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്ന കാര്യം കൂടി ഇന്ന് വ്യക്തമാകുന്നു. കോൺഗ്രസ് നേതാവ് പോലീസിൽ ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് പരാതി നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. കോൺഗ്രസ് ഇരട്ട നീതിയാണെന്ന ആരോപണവുമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് സദാം ഹുസൈൻ രംഗത്ത് വന്നതും ഇന്ന് കണ്ടു. അതായത് ഇന്ന് പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM ജില്ലാ സെക്രട്ടറി ഒരു ആരോപണം പറയുന്നു. അതിന് ആരോപണം ആയിട്ടുള്ള ഒരാൾ അതിനെതിരെ മറുപടി പറഞ്ഞു. ഷാഫി പറമ്പിൽ അതിന് മറുപടി പറയുന്നു. അതിനുശേഷം ഇവിടെ പ്രകടനം നടക്കുന്നു. അതിൻ്റെ ഒരു 30 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതേപോലെ ഒരു ആരോപണം വരുന്നു. അത് നിലവിൽ ഒരു സ്ത്രീ പറയുന്നു. അതിനെതിരെ ഒരു പ്രതിഷേധം കേരളത്തിൽ എവിടെയും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റൊരു വാർത്തയിലേക്ക്, ICCയുടെ നടപടി താരങ്ങൾക്കെതിരെ.
ഇന്ത്യയുമായുള്ള മത്സരത്തിനിടെ ഗ്രൗണ്ടിൽ മോശം പെരുമാറ്റവും പ്രകോപനപരമായ അംഗവിക്ഷേപവും നടത്തിയ പാക് താരം ഹാരിസ് റൌഫിന് പിഴ. ICC ആണ് താരത്തിന് മാച്ച് ഫീയുടെ 30% പിഴ ചുമത്തിയത്. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെയും പിഴ ചുമത്തിയെന്നതും പ്രധാനമാണ്. അവിടെ പഹൽഗാം ആക്രമണം പരാമർശിച്ചതിനും ആണ് പിഴ. എൽദോ പോൾ പുതുശ്ശേരിയേരിയാണ്. എൽദോ, ഇപ്പോൾ രണ്ട് ടീമിലെയും താരങ്ങൾക്കെതിരെ പിഴയുണ്ടല്ലേ? അതെ രഞ്ജിത്ത്. അതായത് റൌഫ് അന്ന് കളിക്കുന്നത് 6-0 എന്നുള്ള കണക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 1-1 എന്ന നിലയിൽ നിൽക്കുകയാണ്. കാരണം രണ്ട് ടീമിലും ഓരോ താരങ്ങൾക്കും പിഴ ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യം, രണ്ട് തരത്തിലാണ് ഈ പിഴ കണക്കാക്കുന്നത്. ഒന്ന്, ആദ്യം തന്നെ ഈ പരിശോധിച്ചത് 24 നടന്ന മത്സരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് വേണ്ടി ഷഫ്സീദ ഫർഹാൻ അർദ്ധ സെഞ്ചുറി നേടുന്നു. ഷഫ്സീദ ഫർഹാൻ അർദ്ധ സെഞ്ചുറി നേടിയെത്തും അദ്ദേഹം ബാറ്റ് തിരികെ പിടിച്ച് ഒരു തോക്ക് കൊണ്ട് വെടിവെക്കുന്നത് പോലെ ആംഗ്യം കാട്ടുകയുണ്ടായി. അതും ICC സ്വീകരണം നേടി. പക്ഷെ അദ്ദേഹത്തിന് താക്കീത് മാത്രം നൽകി, പിഴ ഈടാക്കിയില്ല. അത് കേവലം ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷ പ്രകടനം മാത്രമാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ ഷാഹിദ് ഫർഹാന് കഴിഞ്ഞു. ഇനി അതേ സമയത്ത് ഹാരിസ് റൌഫിന്റെ അംഗവിക്ഷേപം അത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമായി തന്നെ കണക്കാക്കുന്നു ICC 11-1 പ്രകാരമുള്ള തെറ്റായി അതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 30% പിഴ, മാച്ച് ഫീയുടെ 30% പിഴ ഈടാക്കിയത്. എന്താണ് അദ്ദേഹം ചെയ്തത് എന്നത് പരിശോധിച്ചാൽ, അദ്ദേഹം ഇന്ത്യൻ താരങ്ങൾക്ക് നേരെയല്ല ഈ അംഗവിക്ഷേപം നടത്തിയത്, അത് കാണികൾക്ക് നേരെയാണ്. ഒന്നാമത്, വിരാട് കോഹ്ലി എന്ന് ആർപ്പ് വിളിച്ച കാണികൾക്ക് നേരെ അദ്ദേഹം 6-0 എന്നുള്ള ഒരു ആംഗ്യം കാട്ടുന്നു. അതായത് പാകിസ്ഥാൻ ഭരണകൂടം അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യൻ ജെറ്റ് വിമാനങ്ങൾ 6 എണ്ണം വീഴ്ത്തി എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള അംഗവിക്ഷേപമായിരുന്നു റൌഫ് പ്രകടമാക്കിയത്. അത് കളിക്കളത്തിലേക്ക് അത്തരത്തിലൊരു ആശ്രയം കൊണ്ടുവന്നതിന്റെ ദൃഷ്ടാന്തമായി ICC കണക്കാക്കി. അതിനുശേഷം വീണ്ടും ആരാധകർ ആർപ്പുവിളി തുടർന്നപ്പോൾ ജെറ്റ് വിമാനങ്ങൾ പറന്നുയരുന്നതും പെട്ടെന്ന് നിലം പതിക്കുന്നതുമായിട്ട് രീതിയിൽ അദ്ദേഹത്തിന്റെ ആംഗ്യം തുടർന്നു. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെ 30% തന്നെയാണ് പിഴ ഈടാക്കിയത്. അതിന് കാരണം പാകിസ്ഥാനെതിരെ മത്സരത്തിന് ശേഷം, അതായത് ആദ്യ മത്സരത്തിന് ശേഷം സെപ്റ്റംബർ 14 നടന്ന മത്സരത്തിന് ശേഷം അദ്ദേഹം പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ഏരിയയിൽ വെച്ചിട്ട് ഈ മത്സരത്തിന്റെ ജയം അത് പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഒപ്പം വീരോചിതമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ച ഇന്ത്യയുടെ സേനാംഗങ്ങൾക്കും നൽകുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശമാണ് ഇത്തരത്തിൽ ഒരു പിഴയ്ക്ക് വഴിവെച്ചത്. എന്നാണെങ്കിലും രണ്ടു ടീമിലെയും ഓരോ താരങ്ങൾക്ക് പിഴ ഈടാക്കുന്ന സാഹചര്യമുണ്ട്. ICC കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായും സൂര്യകുമാർ യാദവിനും പിഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് രഞ്ജിത്ത്. ശരി, എൽദോ പോൾ വിവരങ്ങൾ പങ്കുവച്ചു.